വന്നത് കവുങ്ങിൻ്റെ വിശേഷം പറയാനാണ് കേട്ടോ. കവുങ്ങ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ഇവിടെ കവുങ്ങെന്നാണ് പറയുന്നത്. അപ്പം അതിന് മുമ്പ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതൊരു കുളമാണ് കേട്ടോ. നമ്മൾ ഒരു 8 മീറ്റർ വീതിയും 9 മീറ്റർ അല്ല 12 മീറ്റർ നീളമായിട്ട് നമ്മൾ ഇങ്ങനെ JCB കുഴിച്ചെടുത്തൊരു കുളമാണ്. അതിനുശേഷം നമ്മൾ അതിലിതേ ഇങ്ങനെ ഇതുപോലെ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ സാരി, ചാക്ക് അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയും തന്നെ നീളമുള്ള ഒരു ഫ്ലക്സ്, വലിയ ഫ്ലക്സ് ഇല്ലേ, ആ ഫ്ലക്സ് കൊണ്ടുവന്ന് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മളിത് ഈ കാണുന്ന ഷീറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം ഇതുപോലെയാണ് കുളം. ഈ കുളത്തിൽ മഴവെള്ളമാണ്, നമ്മൾ മോട്ടറൊന്നും അടിച്ചിട്ടുള്ള വെള്ളമല്ല, കഴിഞ്ഞ കൊല്ലത്തെ മഴയിൽ പെയ്തിട്ടുള്ള വെള്ളമാണ് ഇതിലിങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് കേട്ടോ. കഴിഞ്ഞ കൊല്ലത്തെ വെള്ളമാണിത്. ഈ കൊല്ലത്തെ മഴയിൽ ഒന്ന് കുറച്ച് വെള്ളം വീണിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇത്രയും സർഫസിൽ, ഇത്രയും ഏരിയയിൽ പെയ്യുന്ന വെള്ളവും പിന്നെ നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മേലെ എല്ലാ ഭാഗത്തുനിന്നുമല്ല, ഒരു സൈഡിൽ നിന്ന് ടെറസിൽ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ ടെറസിൽ നിന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ട്, അതിൽ നിന്ന് ഒരു ഹോളിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് നിറഞ്ഞതാണ് കേട്ടോ ഇത്. അതും ഒരാഴ്ച കൊണ്ട് ഞാനത് നോക്കിയായിരുന്നു. നമ്മൾ ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ മഴക്കാലത്ത് ഈ കുളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ അവിടെ കാണുന്നൊരു പൈപ്പ് കണ്ടോ, ആ പൈപ്പ്. അപ്പം അത് നമ്മുടെ ടെറസിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ പൈപ്പാണ്. ഇപ്പം ഈ ഭയങ്കര കാറ്റും ഒക്കെ വന്ന സമയത്ത് ഒത്തിരി കരിയില ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഇങ്ങനെ മേലെ നെറ്റിട്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ഇലകളൊന്നും ഇങ്ങനെ വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നെറ്റിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലോട്ടാണിപ്പം ഒത്തിരി ഇലകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. ഇപ്പം ഇനി ഇവിടെ വന്നിട്ട് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്നിട്ട് നമ്മൾ ഈ നെറ്റ് ഒന്നുകൂടെ വലിച്ച് കെട്ടണം മേലേട്ട് പോലെ. അപ്പോൾ ഇലയൊക്കെ ഉള്ളതുകൊണ്ട് വല്ലാണ്ട് തൂങ്ങിയാണ് നിൽക്കുന്നത്. ഇപ്പം കണ്ടാൽ അറിയാം, വെള്ളത്തിൽ മുട്ടിയിട്ടില്ല, പക്ഷെ മുട്ടാനാവുന്ന പോലെയാണ് ഈ നെറ്റ് കിടക്കുന്നത്. അപ്പം ഞാൻ ഈ കുളം ഉണ്ടാക്കിയതിനെ പറ്റിയിട്ടും അതുപോലെ ഇതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഈ വെള്ളം നിറച്ചിട്ടുണ്ട്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മളിതിൽ കുറച്ച് മീനിനെ കൊണ്ടുവന്നിട്ടുണ്ട്. വരാലിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ വേറെ പ്രത്യേകിച്ച് ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ഇതിൽ ഇട്ടിട്ടില്ല. വരാലിനെ കൊണ്ടുവന്നിട്ടിട്ടൊരു 6-7 മാസമായി. അപ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇത് നമ്മൾ തീറ്റ കൊടുത്തതാണ് കേട്ടോ, വരാലിൻ്റെ തീറ്റയാണ്. അപ്പം ഞാൻ ഈ കുളം ഉണ്ടാക്കിയതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഷീറ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം പോകാത്ത രീതിയിൽ ഇതെങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ കൂർന്ന് പോകാത്ത രീതിയിൽ നമ്മളെങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമ്മളൊരു തടം പോലെ മണ്ണ് വെട്ടിയിട്ടിട്ട് ഒക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്ലോപ്പാണ് കേട്ടോ ഇവിടെ. ഇങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഈ കുളത്തിനെ പറ്റി മാത്രമുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഈ കുളം കാണിച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സത്യത്തിൽ നമ്മുടെ വീഡിയോ കുളത്തിനെ പറ്റിയിട്ടല്ല, പക്ഷേ ഈ കുളത്തിൽ നിന്ന് മഴ പെയ്ത് വന്ന വെള്ളമാണ് നമ്മൾ വേനൽക്കാലത്ത് കവുങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കവുങ്ങ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത്. അപ്പോൾ ആദ്യം എനിക്ക് കുളമൊന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പം നമുക്ക് കവുങ്ങിലേക്ക് പോകാം. ഈ കാണുന്ന പൈപ്പ് കണ്ടോ, ഇവിടെ നമ്മൾ ഈ കുളത്തിലൊരു കുഞ്ഞു മോട്ടർ വെച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് വീടിൻ്റെ അകത്ത് ഒരു മീൻ കുളം ഉണ്ടായിരുന്നു, അതിൽ വെച്ചേക്കുന്നൊരു കുഞ്ഞു മോട്ടറായിരുന്നു. അത് നമ്മൾ ഈ കുളത്തിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ പൈപ്പ് കെട്ടി ഒരു കയറ് കെട്ടി ഇങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇതിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ കവുങ്ങിലോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ കവുങ്ങിലേക്ക് പോവാം. കവുങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ നാൾ കണ്ട പച്ചക്കറി ആട്ടോ, ഇന്നത്തെ പച്ചക്കറിയാണ്, ഇഞ്ചിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇങ്ങനെ ഈ വഴികളിലൂടെ പോവാം. എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് കവുങ്ങ് മാത്രം കാണിച്ചാലോ എന്ന്. അപ്പോൾ പക്ഷേ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും നമ്മൾ ഈ പറമ്പിൽ കൂടെയൊക്കെ പോകുന്ന വഴികളെ. അപ്പം നമ്മൾ ഇവിടെയൊക്കെ കാപ്പിയാട്ടോ, ഇങ്ങനെ കാപ്പിയാണ്, ഇത് കാപ്പിത്തോട്ടമാണ് കേട്ടോ. അപ്പോൾ ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഈ ഇടയിൽ കൂടെ വേണം നമ്മളിങ്ങനെ കവുങ്ങിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. സൂക്ഷിച്ച് പോകണം, കാപ്പിക്കൊന്നും ഒരുപാടത്ര പൊക്കമൊന്നുമില്ല. അപ്പം നമ്മൾ തലയൊക്കെ മുട്ടാണ്ട് സൂക്ഷിക്കുക, മുടിയൊക്കെ കുടുങ്ങും, നല്ല വേദന എടുക്കും, അതുകൊണ്ട് സൂക്ഷിച്ച് പോകാം. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് താഴോട്ട് ഒരു 2 തൊട്ടി ഇറങ്ങിയിട്ട് അതിൻ്റെ ഏറ്റവും താഴെ നമ്മുടെ പറമ്പിൻ്റെ ഏറ്റവും അങ്ങേ അറ്റത്താണ് നമ്മൾ കവുങ്ങ് നട്ടിട്ടുണ്ടായിരുന്നില്ല, നട്ടിട്ടുള്ളത്. ഒരു വർഷമൊന്നും ആയിട്ടില്ല കേട്ടോ, നമ്മളൊരു 6-7 മാസമൊക്കെ ആയിട്ടുള്ളൂ നമ്മുടെ കവുങ്ങ് നട്ടിട്ട്. അപ്പം ഇവിടെയാണ്
നമ്മൾ കവുങ്ങ് നട്ടിട്ടുള്ളത്. ഈ ഒരു പ്ലാവ് കണ്ടോ, ഇതിൽ കിടക്കുന്ന ചക്ക അടിപൊളിയാട്ടോ. ഞങ്ങൾ നാൾ ചക്ക വറുത്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചക്ക വറുക്കുന്നൊരു വീഡിയോ ഒക്കെ പറ്റുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ കവുങ്ങും തോട്ടം, ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന കവുങ്ങും തോട്ടമാണ്. അപ്പം ഇവിടെ കുറച്ച് ഏരിയയിൽ ഇങ്ങനെ ഇതേ പുല്ലൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വർഷം പണിക്കാരൊന്നും കിട്ടിയില്ല ഇത് കിളച്ചിടാൻ വേണ്ടിയിട്ട്. ഈ ഒരു കുറച്ച് ദിവസത്തെ മഴയും കൊണ്ട് ഭയങ്കരമായിട്ട് ഇതായതാണ് കേട്ടോ, പുല്ലൊക്കെ ആയതാണ്. ഇതാണ് നമ്മുടെ കവുങ്ങ്. ഇങ്ങനെ ഒരു തടമൊക്കെ എടുത്ത് ഇതാണ് നമ്മുടെ കവുങ്ങ്. ഇങ്ങനെ നമ്മളെല്ലാം നട്ടിട്ടുള്ളത്. ഇവിടെ കവുങ്ങ് മാത്രമേ നമ്മൾ നട്ടിട്ടുള്ളൂ കേട്ടോ, വേറൊന്നും ഇതിൻ്റെ ഇടയിൽ കൂടെ നട്ടിട്ടില്ല. അപ്പോൾ നമ്മളിതേ ഒരു 3 നിരയായിട്ടാണ് ഇവിടെ കവുങ്ങ് നട്ടിട്ടുള്ളത്. ഇങ്ങനെ കാണാൻ പറ്റില്ലേ, ഇങ്ങനെ. പിന്നെ അതേ ഇതിങ്ങനെ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്, കവുങ്ങ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് വേണമെന്നുണ്ടാകാൻ പറ്റുന്നുണ്ടാവില്ലേ. ആ റോ ആണ്, അവിടെ നിന്ന് ഇങ്ങനെ ആ റോ വന്നിങ്ങനെ നേരെ പോയി അവിടം വരെ ഉണ്ട് കേട്ടോ കവുങ്ങിൻ്റെ. പിന്നെ അതേ ഇതാണ് നമ്മുടെ കവുങ്ങും തോട്ടം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അവിടെ നിന്നുള്ള വെള്ളത്തിൻ്റെ, കുളത്തിൽ നിന്നുള്ള വെള്ളം നമ്മൾ മോട്ടറിട്ട്, ഇനി 1 സെക്കൻഡ് ഗായ്സ്, എൻ്റെ മേത്തെന്തോ കയറി. കുഞ്ഞു കുഞ്ഞ് പ്രാണികളൊക്കെ നമ്മുടെ മേത്ത് കയറും കേട്ടോ, സൂക്ഷിക്കേണ്ടതാണ്. അപ്പം ഇതാണ് നമ്മൾ കുളത്തിൽ നിന്ന് ഇട്ട പൈപ്പ്. അപ്പം അവിടെ നിന്ന് നമ്മളൊരു വാൽവ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വാൽവ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ വെള്ളം വരും. വെള്ളം വന്നിട്ട് ഈ പൈപ്പിലൂടെ വരും. പിന്നെ നമ്മൾ ഓരോ കവുങ്ങിൻ്റെ ചുവട്ടിലോട്ടും ഇതുപോലെ ഇറിഗേഷൻ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ കുരുമുളകിന് ഇട്ട അതേപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം ഓരോ കവുങ്ങിൻ്റെ ചുവട്ടിലോട്ടും ഇതുപോലെ വെള്ളം വരും. ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മഴവെള്ളമൊക്കെ നമ്മൾ വെറുതെ പോകുന്ന വെള്ളമാണ്. അപ്പോൾ നമ്മൾ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആണ് വേനൽക്കാലത്ത് ഈ കവുങ്ങ് മുഴുവൻ നനച്ചിട്ടുണ്ടായിരുന്നത്. കുറേ വെള്ളം ഉണ്ടായിരുന്നു, നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/4 ഭാഗം പകുതിയോളം വെള്ളം നമ്മൾ തീർന്നായിരുന്നു. പിന്നെ ഇപ്പം വീണ്ടും മഴ പെയ്ത് കഴിഞ്ഞപ്പം വീണ്ടും കുളത്തിൽ വെള്ളം നിറഞ്ഞതാണ് കേട്ടോ. ഇത് കണ്ടോ, ഓരോന്നിൻ്റെ ചുവട്ടിലേക്ക് നമ്മളിത് ഇതുപോലെ ഡ്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ചെയ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഒരു സിംഗിൾ പൈപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഇവിടെ എല്ലാവരും അവിടെ തൊട്ട് അങ്ങനെ വന്നിട്ട് അവിടെ അങ്ങേ അറ്റത്താ തെങ്ങ് കാണുന്നില്ലേ, അവിടെ വരെ നമുക്കുണ്ട്. അവിടേക്ക് കുറച്ച് കാട് കിടക്കുന്നുണ്ട്, ഈ കവുങ്ങിൻ്റെ ഇത് കാണാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവിടെ വരെ നീളമുള്ള, ഈ 2 അറ്റത്തേക്ക് വരെ എത്തുന്ന നീളമുള്ള ഒരു പൈപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ വെള്ളം തുറന്നിട്ട് ഓരോന്നിൻ്റെ ചുവട്ടിലോട്ടും ഈ ചെടി നനയ്ക്കുന്ന പോലെ നമ്മൾ ഓരോന്നിൻ്റെ ചുവട്ടിലോട്ടും പൈപ്പ് പിടിച്ച് നനയ്ക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പം ഏകദേശം ഒരു 1.25 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ഇത് നനയ്ക്കാൻ വേണ്ടിയിട്ട് സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിവിടെ നാട്ടിലുണ്ടായിരുന്ന സമയത്തൊക്കെ അങ്ങനെ നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബാംഗ്ലൂരിലോട്ട് പോകുന്ന സമയത്തും ഒക്കെ ആയിട്ട്, അപ്പം അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇവിടെ ബുദ്ധിമുട്ടായിരിക്കും അത് ഇവിടെ വന്ന് നനയ്ക്കുക പിടിക്കുക. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ച് പൈപ്പും ഇതിൻ്റെ ഡ്രിപ്പും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഡ്രിപ്പ് ഇട്ട് കൊടുത്തു. അപ്പം ജസ്റ്റ് ആ ഒരു വാൽവ് ഒന്ന് ഓണാക്കി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് അതങ്ങ് ഓഫ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് തെങ്ങ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ സത്യത്തിൽ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ആകെ ഈ കാണുന്ന 4 തെങ്ങ് മാത്രം ഉണ്ടായിരുന്ന ഒരു പ്ലോട്ടായിരുന്നു ഇത്. അപ്പം നമ്മളിവിടെയാണിപ്പം കവുങ്ങ് നട്ടിട്ടുള്ളത്. എനിക്കറിയത്തില്ല ഇത് എത്ര വർഷം കൊണ്ട് കായ്ക്കുമെന്ന്. ഒരു 4-5 വർഷം കൊണ്ട് ചിലപ്പോൾ കായ്ക്കുമായിരിക്കും. എന്നാലും ഇവിടെ ഒന്നുമില്ലാണ്ട് വെറുതെ കിടന്നിട്ടുണ്ടായിരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതിനെ നമ്മളൊന്ന് കിളച്ച് വൃത്തിയാക്കി എടുത്ത് കവുങ്ങ് നട്ടിട്ടുള്ളതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കവുങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.